ബാലുശ്ശേരി എന്ന് പറയുന്ന ജിന്നൂരി ഗ്രൂപ്പിന്റെ ആള് പറയുന്നത് എന്താണെന്നറിയോ? KNM ഗ്രൂപ്പുകാർ എന്നെ മുശ്രിക്കാക്കി, കാഫിറാക്കി. മൂപ്പര് സുന്നികളെ ഒന്നാകെ അടങ്കലും കാഫിറാക്കി, മുശ്രിക്കാക്കിയ ആളാ. ഇപ്പൊ മൂപ്പരെ മുജാഹിദ് മൗലവിമാർ തന്നെ, KNM ഗ്രൂപ്പിന്റെ മൗലവിമാർ തന്നെ ബാലുശ്ശേരിയെ പിടിച്ച് മുശ്രിക്കെ, കാഫിറെ എന്ന് പറഞ്ഞു എന്നാ അയാൾ പറയുന്നു എന്ന് കേട്ടോളൂ. തൗഹീദിന് വേണ്ടി ജീവിച്ചവർക്കെതിരെ പച്ച ശിർക്ക് ആരോപിക്കുന്ന ഈ ധിക്കാരം അവസാനിക്കട്ടെ. ശിർക്കാണ് എന്നുറപ്പുള്ളത് തൗഹീദാണെന്ന് വാദിക്കുന്ന തോന്നിയാസവും അവസാനിക്കട്ടെ. നബിയുടെ സുന്നത്തിനെ ചോദ്യം ചെയ്ത ആളാകുന്ന ധിക്കാര ശൈലി ഈ ഉമ്മത്തിലെ സലഫി സമൂഹത്തിൽ നിന്ന് ഇല്ലാതാകട്ടെ. കേട്ടില്ലേ? അപ്പൊ മുസ്ലിം സമുദായത്തിൽ ഓരോ തൗഹീദിൽ തന്നെ തൗഹീദിനെ ശിർക്കാക്കുന്നവർ, ശിർക്കിനെ തൗഹീദാക്കുന്നവർ, അങ്ങനെയുള്ള സമൂഹം വന്നിട്ടുണ്ട്. അവരെ തുടർന്ന് സമൂഹത്തെ അള്ളാഹു കാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് പറയുന്ന ഒരു പ്രഖ്യാപനം, അയാൾ പറയാ മൂപ്പര് 2 ഞെട്ടൽ ഞെട്ടിയതാ. അതിൽ പ്രധാനപ്പെട്ട ഒരു ഞെട്ടൽ എന്താ? മൂപ്പര് KNMകാര് മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് വിളിച്ചു. കേട്ടോളൂ, അയാൾ പറയട്ടെ. തലക്കത് വെച്ചെടുക്കത്. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവർ, എനിക്ക് 2 ഞെട്ടലുകൾ ഉണ്ടായി. എന്റെ ഫോണിൽ കിടക്കണ്ട വോയിസ്. ഞാൻ പലതവണ സലാം പറഞ്ഞിട്ട് ഈ KNMമാരെ സലാം അടക്കണില്ല. സലാം അടക്കാതിരുന്നപ്പോ അവനെനിക്കൊരു വോയിസ് അയച്ചു. ആ വോയിസ് എന്താ പറയുന്നത്? ഞാൻ അബൂജഹലിനെ പോലെ മുശ്രിക്കാണ്, അതുകൊണ്ടാണ് സലാം അടക്കാത്തത്. KNMമാരനാട്ടോ പറയണത്. ശ്രദ്ധിച്ചോളാം, ഞാൻ ആരാണ്? അബൂജഹലിനെ പോലെ മുശ്രിക്കാണ്. ഇത് ഇവിടുത്തെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് ആ പാവപ്പെട്ട ജനങ്ങളെ പച്ച തൗഹീദിലേക്ക് ക്ഷണിച്ച എന്റെ മുഖത്ത് നോക്കി ഈ KNMകാരൻ പറയാണ്, എന്ത്, ഞാൻ അബൂജഹലിന്റെ ശിർക്കിലാണ്, അതുകൊണ്ട് തന്നെ നിന്നോട് സലാം മടക്കാൻ പറ്റൂല. ഇതാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ. കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന ഗ്രൂപ്പിന്റെ ആളുകൾ ജിന്നൂരി ഗ്രൂപ്പിന്റെ നേതാവായ ബാലുശ്ശേരിയെ വിളിച്ചു പറയാണ്, എടോ നീ അബൂജഹലിനേക്കാളും വലിയ മുശ്രിക്കാണ്. എവിടെ എത്തി മുജാഹിദ് പ്രസ്ഥാനം എന്ന് നിങ്ങൾ ചിന്തിക്കണം. മുജാഹിദ് പ്രസ്ഥാനം തൗഹീദാണ്, തൗഹീദാണ് എന്നിങ്ങനെ 101 ആവർത്തിച്ചത് കൊണ്ട് തൗഹീദാവൂലല്ലോ. അതിൽ തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ഏതെങ്കിലും സാധു മനുഷ്യരുണ്ടെങ്കിൽ അവർക്ക് രാജിവെക്കാൻ സമയമായിട്ടുണ്ട്. കാരണം KNMകാരായ ആ മുജാഹിദ് വിഭാഗം ഉൾക്കൊള്ളുന്ന ആളുകളുടെ വിശ്വാസം എന്താണ്? ജിന്നൂരി ഗ്രൂപ്പ് എന്ന് പറയുന്ന വിസ്ഡം ഗ്രൂപ്പുകാർ മുഴുവനും മുശ്രിക്കാണ്, കാഫിറാണ് എന്നാണ് ബാലുശ്ശേരിക്കാരൻ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം. AP ഉസ്താദിനെ മുശ്രിക്കാക്കി, സുന്നി സമൂഹത്തെ മൊത്തവും മുശ്രിക്കാക്കിയ ആൾ മൂപ്പര് അദ്ദേഹത്തെ KNMകാര് മുശ്രിക്കാക്കിയപ്പോ വല്ലാത്ത സങ്കടം, മൂപ്പര് ഞെട്ടിപ്പോയി എന്നാ പറഞ്ഞത്. അവനാണ് കൊള്ളേണ്ടത് കൊള്ളപ്പോഴാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി. എന്താ വേദന? എന്റെ മുഖത്ത് നോക്കി ഒരു KNMകാരൻ, എടാ മുശ്രിക്കേ, കാഫിറേ, കേരളത്തിലെ സമസ്തയെ പോലെ നീ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാഫിറേ എന്ന് KNMകാര് കെട്ടയിച്ചു വിട്ടവർ വിളിക്കുന്നു. നിങ്ങൾ റബ്ബിനെ പേടിച്ചോളി, നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ചോളി. ഏതൊരു നാഥന് വേണ്ടി തെരുവിലടി കൊണ്ടുപോ, ഏതൊരു നാഥന്റെ വചനം നമ്മള് സുന്നികളെ മുശ്രിക്കാണ്, കാഫിറാന്ന് പറഞ്ഞപ്പോ റബ്ബിനെ സൂക്ഷിക്കണ്ട, പടച്ചോനെ പേടിക്കണ്ട. മൂപ്പര് കാഫിറാണ്, മുശ്രിക്കാണ് എന്ന് മുജാഹിദുകൾ പറഞ്ഞപ്പോ മൂപ്പർക്ക് ഭയങ്കര വഴലായി, ഉത്ബോധനായി. അള്ളാഹുവിനെ പേടിക്കണം, റബ്ബിനെ പേടിക്കണം. അങ്കണത്തിൽ പ്രഖ്യാപിച്ചുവോ, ഏതൊരു നാഥന് വേണ്ടി തൗഹീദ് പറഞ്ഞുവോ അവരെ മുശ്രിക്കെന്ന് വിളിക്കാൻ നാണമില്ലാത്ത ഈ റമദാനിന്റെ പരിശുദ്ധത കാത്തു സൂക്ഷിക്കാത്ത നിങ്ങളോട് അല്ലാഹ് പൊറുത്തു തരട്ടെ. എങ്ങനെയുണ്ട് മുജാഹിദുകൾ? ഇതാ മുജാഹിദിന്റെ പുതിയ തൗഹീദ്. നമ്മളെ മുശ്രിക്കാക്കി ഒരാളെ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിമായ മുശ്രിക്കല്ലാത്ത ഒരാളെ, മുസ്ലിമായ മുഅ്മിനായ ഒരാളെ മുശ്രിക്ക്, കാഫിർ എന്ന് പറഞ്ഞാൽ പറഞ്ഞവരിലേക്ക് ശിർക്ക് തിരിച്ചു വരുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അതും ഇവരെന്നെ പറയട്ടെ, ഇവരെ നാക്കുകൊണ്ടെന്ന് കേട്ടോളും. ഞങ്ങൾ പറയുന്നു, ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, തോന്നിയാസമാണ്. ഈ തോന്നിയാസ് ആവർത്തിക്കുന്ന മുശ്രിക്കാണ്. ഒരാരായാലും
കാരണം അള്ളാന്റെ റസൂൽ എങ്ങനാ പറഞ്ഞു, ഒരുത്തന്റെ പേരിൽ ശിർക്ക് ആരോപിക്കുന്നവൻ അവൻ മുശ്രിക്കല്ലെങ്കിൽ പറഞ്ഞോ മുശ്രിക്കാ. ഇത് മുഹമ്മദ് നബി പറഞ്ഞ, നബി കള്ളം പറയും. അതുകൊണ്ട് ഇത് നേരത്തെ ഞാൻ പറഞ്ഞതല്ല, ഇത് വേറൊരു ശിർക്കാക്കലാണ്. അതായത് ഹനീഫ കായക്കൊടി മൗലവി ഒരു സംഗതി ശിർക്കാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് ഈ എന്താ പറയാ മുജാഹിദ് ബാലുശ്ശേരി അയാൾ പറയുന്നു അത് എത്ര വലിയവൻ പറഞ്ഞാലും അത് ശിർക്ക് തന്നെയാണ് എന്ന് പറഞ്ഞ ഹനീഫ കായക്കൊടി മൗലവി ആരാണ്? അയാൾ ശിർക്ക് ചെയ്ത മുശ്രിക്കാകുന്നു. ഏത് തലപ്പത്തിരിക്കുന്ന മൗലവി പറഞ്ഞാലും ഏത് ഇടത്തരം മൗലവി പറഞ്ഞാലും ആ പറഞ്ഞോന്റെ അടുത്തേക്ക് ആ വിധി മടങ്ങും. അതുകൊണ്ട് നന്നായിട്ട് പരിശോധിച്ച് കളിച്ചോളി. ആ കളി ഉണ്ടല്ലോ ദുനിയാവിൽ ഉഷാറാവും, ആഖിറം കട്ടപ്പുകയിരിക്കും. ഇനി ഇതിൽ തെളിച്ചു പറയാൻ എനിക്കറിയില്ല. ഇനി ഇതിനേക്കാൾ തെളിച്ച് കേട്ടില്ലേ നിങ്ങൾ? ആ ശിർക്ക് തിരിച്ചു വരുന്ന പറഞ്ഞത് എന്താ? നമ്മിൽ ഒരാളെ മുശ്രിക്കായ ആള് മുസ്ലിമായ ആള് മുശ്രിക്ക എന്ന് വിളിച്ചാൽ ആ ശിർക്ക് തിരിച്ചു വരുന്നു മൗലവി പറഞ്ഞു കേട്ടല്ലോ. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വ്യക്തിയിലേക്ക് ശിർക്ക് തിരിച്ചു വരുമെന്നത് ഖവാരിജിയാക്കളുടെ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലേക്ക് സൂചന നൽകിക്കൊണ്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന് വേണ്ടി ജീവിക്കും, ഖുർആന്റെ പ്രകാശം അവന്റെ മുഖത്തുണ്ടാകും, പിന്നെ എല്ലാം കയ്യില്ലെന്ന് പോയി വിശ്വാസി സമൂഹത്തിന്റെ നേരെ ശിർക്ക് ആരോപിക്കും എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ നബി അല്ലാഹ് അയ്യുഹുമാ ഔലാ ബിശ്ശിർകി അൽ മർമിയു അമിർ റാമി? ശിർക്ക് ആരോപിച്ചവനാണോ അതല്ല ശിർക്ക് ആരോപിക്കപ്പെട്ടവനാണോ ശിർക്കിലേക്ക് ഏറ്റവും അടുത്തത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ആരോപിച്ചവനാണെന്ന് പറഞ്ഞ ആ ഹദീസ് കൂടി കേട്ടുകൊണ്ട് നമ്മൾ അടുത്തൊരു മേഖലയിലേക്ക് ശിർക്ക് ചെയ്ത മുശ്രിക്കല്ലാത്ത ഒരാളെ മുശ്രിക്കാക്കിയാൽ അവനിലേക്ക് ശിർക്ക് തിരിച്ചു വരും, അവൻ മുശ്രിക്കാന്ന് പറയുന്നു. അതാണ് ഇപ്പൊ ബാലുശ്ശേരിയെ കുറിച്ച് കേന്നമുകാര് മുശ്രിക്കാണ് എന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾക്കറിയോ ഈ ചെറുകിട മൗലവിമാർക്കൊക്കെ ഈ വഹാബി ആശയം പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഒരു മൗലവിയാണ്, മലപ്പുറം ജില്ലയിലുള്ള ഒരു മൗലവിയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി എന്ന് പറയും. ആ അബ്ദുൽ ജബ്ബാർ മൗലവിയെ അവരുടെ ശിഷ്യന്മാരായ ഹനീഫ മൗലവി കായക്കൊടിയും അനസ് മൗലവിയും പച്ചയായി അവരെ കുറിച്ച് മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പറയുന്നത് എത്ര സങ്കടകരമാണ്. ഉസ്താദിനെ കുറിച്ച് ശിഷ്യന്മാര് പറയാ ഞങ്ങളെ ഉസ്താദ് പച്ച മുശ്രിക്കാണ്, സൗദി അറേബ്യയിലേക്ക് ബിംബം കൊണ്ടുവന്ന അംർ ഇബ്നു ലുഅയ്യിനെ പോലെ മുശ്രിക്കാകുന്നു എന്ന് സ്വന്തം ശിഷ്യൻ ഗുരുനാഥനെ പറ്റി പച്ചയായ ശിർക്കാരോപണം നടത്തുന്നത് ഒന്ന് കേട്ടോളൂ നിങ്ങൾ. മുജാഹിദിന്റെ തൗഹീദ് എവിടെയെന്ന് നമുക്കറിയാം. ഞങ്ങൾ പറയുന്നു ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, തോന്നിയാസമാണ്. ഈ തോന്നിയാസ് ആവർത്തിക്കുന്ന മുശ്രിക്കാണ്. അതുകൊണ്ട് എവിടെ നിന്ന് ബർക്കത്ത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവോ അതിലാഹാൻ. നിങ്ങൾ അറിയോ ഇത് കേട്ട് ഈ ഞാന് പ്രയാസത്തോടെയാണെങ്കിലും പറയട്ടെ, ജബ്ബാർ മൗലവി ഇനി അദ്ദേഹത്തെ ഞാൻ അങ്ങനെ ആക്ഷേപിച്ചു എന്ന് പറയണ്ട, ഒരു ഉദാഹരണം പറയുന്നു എന്ന് മാത്രം. ജബ്ബാർ മൗലവി ചെയ്ത ഈ പണിയുടെ ഫലം ഉണ്ടായത് എന്താണെന്നറിയോ? സൗദി അറേബ്യയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചില്ലേ, നൂഹ് നബിയുടെ സമൂഹത്തിലേക്ക് ഈ നാട്ടക്കുറ്റികൾ ഉണ്ടാക്കി കൊടുത്തില്ലേ, ആ നാട്ടക്കുറ്റി ഉണ്ടാക്കി കൊടുത്തവർ വിഗ്രഹം കൊണ്ടുവന്നു വെച്ച അംർ ഇബ്നു ലുഹയ്യ് എന്ത് പണിയാണോ ചെയ്തത് അതേ പണിയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ചെയ്തത്. ഇന്നാലില്ലാഹ്. കേട്ടോളൂ നിങ്ങൾ. അപ്പൊ ഈ അംർ ഇബ്നു ലുഹയ്യ് എന്ന് പറഞ്ഞ സൗദിയിലേക്ക് ആദ്യമായി ശിർക്ക് കൊണ്ടുവന്ന എന്ന് പറഞ്ഞ ബിംബം കൊണ്ടുവന്ന വ്യക്തിയാണ്, ഏറ്റവും വലിയ കൊടിയ മുശ്രിക്കാണ്. ആ മുശ്രിക്കിനെ പോലെയുള്ള പണിയാണ്, ആ പ്രവർത്തനം ചെയ്തയാളാണ് ഇവരുടെ ഗുരുനാഥനായ അബ്ദുൽ ജബ്ബാർ മൗലവി. ഇത് കേട്ടിട്ട് ഫൈസൽ മൗലവി എന്ന് പറയുന്ന ഈ ജിന്നൂരി വിഭാഗത്തിന്റെ നേതാവ് പറയാണ്, ഏറ്റവും ഖേദകരമായ ഒരു വാർത്തയാണ് ഒരു വാദമാണ് നമ്മൾ ഈ കേട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ സങ്കടപ്പെടുന്നു എന്ന് കേട്ടോളൂ. വല്ലാത്ത വേദനയോടെയാണ് നമ്മൾ ആ സംസാരം കേട്ടത്. ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം തൗഹീദിലായി ജീവിച്ചു പോകുന്ന മക്ക നിവാസികൾ, ആ മക്ക നിവാസികളിലേക്ക് ആദ്യമായി ബിംബാരാധന കൊണ്ടുവന്ന മനുഷ്യരാണ് അംർ ഇബ്നു ലുഹയ്യ് എന്ന് പറയുന്ന ഖുസാഅ ഗോത്രക്കാരനായ മനുഷ്യൻ.
നബി തങ്ങൾ പറഞ്ഞു, അവന്റെ കുടൽമാലകളാൽ ചുറ്റിവരിയപ്പെട്ട് നരകത്തിൽ അവൻ ശിക്ഷിക്കപ്പെടുന്ന രംഗം ഞാൻ കണ്ടു. അവനാണ് ഇബ്രാഹിം നബിയുടെ ദീന് മാറ്റിമറിച്ചവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അംറിനെ കുറിച്ച് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ധിക്കാരിയായ തമ്മാടിയായ ശിർക്കിന് തുടക്കം കുറിച്ച, ബിംബാരാധനക്ക് തുടക്കമിട്ട മക്കത്തെ മുസ്ലിക്കീങ്ങളെ തൽബിയത്ത് പോലും മാറ്റിമറിച്ചവനാണ് അംർ. ആ അംറിനോടാണ് മഹാനായ ഈ ഒരു അഹ്ലുസുന്നയുടെ നേതാവിനെ, ഈ പണ്ഡിതനെ, അദ്ദേഹത്തിന് തന്നെ ശിഷ്യനായ ഈ ഒരു ഹനീഫ്കായെ കൂടി ഉപമിച്ചത് എന്നത് സഹോദരങ്ങളെ ചെറിയ കാര്യമല്ല. ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. സ്വന്തം ഗുരുനാഥനെ മുശ്രിക്കും കാഫറുമാക്കിയ വിഭാഗം, അതാണ് മുജാഹിദ് പ്രസ്ഥാനം. അവർ തമ്മിലാണ് ഇപ്പൊ ഈ മുശ്രിക്കും കാഫറുമാക്കി. ഈ കുട്ടികൾ, ചെറിയ കുട്ടികളുണ്ടല്ലോ, ഞാൻ പുതിയാപ്പള, ഇത് പുതിയണ്ണ്, ഇത് പുട്ട്, ഇത് ബിരിയാണി എന്ന് പറഞ്ഞ് ഇവർക്കണ കളിക്കണേ കളിയുണ്ട്. ഈ കളിയാണ് മുജാഹിദ് തൗഹീദിന്റെ പേരിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരസ്പരം അവർ തമ്മിൽ മുശ്രിക്കും കാഫറുമാക്കി കൊണ്ടിരിക്കുന്ന ദുരന്തം എത്ര വലുതാണെന്ന് നിങ്ങൾ ഓർക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഓരോന്ന് പറഞ്ഞാൽ ഇങ്ങനെ സമയം നീണ്ടുപോകും. മുജാഹിദ് പ്രസ്ഥാനം മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫറുമാക്കി മുദ്രകുത്തി. ഇപ്പൊ അവർ തമ്മിൽ തന്നെ മുശ്രിക്കും കാഫറുമാക്കി, അന്തമില്ലാത്ത വിധത്തിൽ അവർ കാഫിറാക്കി മുശ്രിക്കാക്കി കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ പ്രസംഗിച്ച ചുഴലി മൗലവി മങ്കൂസ് മൗലവി തോന്നുന്ന, കുത്തുബിയ്യത്ത് തോന്നുന്നവരെ മുശ്രിക്കാക്കി എന്ന് മാത്രമല്ല, അയാൾ പറയുന്ന ഒരു പുതിയ വിവാദമുണ്ട്. മുജാഹിദിന്റെ ശിർക്ക് പോയ കോലം നിങ്ങൾ ഓർക്കണം. അതെന്താ? ഒരു ഡോക്ടറുടെ അരികിലേക്ക് രണ്ടാമത് നമ്മൾ പോയാൽ അത് ശിർക്കാകുന്നു. എങ്ങനെയുണ്ട്? നമ്മൾ പലപ്പോഴും ഒരു രോഗം ഉണ്ടായി, പനി ഉണ്ടായി, അല്ല വീട്ടിൽ നിന്ന് വിളി വന്നു, ഭാര്യ പറയട്ടെ, കച്ചവടത്തിൽ കടയിലേക്ക് ഭർത്താവിന്, എന്നെ കുട്ടിക്ക് എന്തോ ഒരു അസുഖം പെട്ടെന്ന് വരണം. ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അയാൾ കടയിൽ വീട്ടിൽ വന്നു. ഉമ്മാനെയും കുട്ടി, ആ കുട്ടിനെയും കുട്ടി ഓട്ടോറിക്ഷ കയറി ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറഞ്ഞടാ, എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടറത്തേക്ക് പോ, പെട്ടെന്ന് പോകും. ഏത് ഡോക്ടറത്തേക്കാ സാർ? ഏതെങ്കിലും പോ, നീ പോ, വിട്, വണ്ടി വിട്. അങ്ങനെ ബോർഡ് നോക്കി പോവുക. പോയി ഒരു ബോർഡ് കണ്ട ഡോക്ടർ, അതൊക്കെ കുഞ്ഞിരാമൻ അല്ലെങ്കിൽ വർഗീസ് അല്ലെങ്കിൽ അഹമ്മദ് ഏതോ ആയിക്കോട്ടെ, നട ഒരു ഡോക്ടറെ ബോർഡ് കയറാം. ഡോക്ടർ സാർ പെട്ടെന്ന് വന്ന അസുഖം. ഡോക്ടർ പരിശോധിച്ചു, മരുന്ന് എഴുതി കൊടുത്തു, മരുന്ന് വാങ്ങി. 2 ദിവസം കൊണ്ട് അൽഹംദുലില്ലാഹ് സുഖം മാറി. ഇയാൾ ചെയ്തത് ഇപ്പൊ ഇബാദത്താണ്. ഒരു മൂമിന് ചെയ്യേണ്ട ജോലിയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. ഒരു മൂമിന് ചെയ്യേണ്ട ജോലിയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അള്ളാഹു ഏൽപ്പിച്ച ജോലി അയാൾ ചെയ്തു. അള്ളാഹു അതിൽ ശിഫ വെച്ചിട്ടുണ്ട്. ആ കുട്ടിന്റെ സൂക്കട് അതുകൊണ്ട് മാറി. ആ മരുന്നിൽ അള്ളാഹു ശിഫ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് സൂക്കട് മാറി. 6 മാസം കഴിഞ്ഞു, അതേ സൂക്കട് കുട്ടിക്ക് വന്നു. അതേ സൂക്കട് വന്നു കുട്ടി. ഒട്ടും താമസിച്ചില്ല, ഭാര്യ വിളിച്ചു ഭർത്താവിനെ. ഭർത്താവ് ഓട്ടോറിക്ഷ വന്നു, കുട്ടിയും കുട്ടി ഭാര്യയും കുട്ടി കയറി. ഇന്ന ഡോക്ടറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. ആ ഡോക്ടറത്ത് പോയി ഇറങ്ങി. ഡോക്ടറെ കണ്ടു. ഡോക്ടർ സാർ, 6 മാസം മുമ്പ് ഇതേ രോഗം വന്നിരുന്നു, നിങ്ങളെയാണെന്ന് കാണിച്ചത്, നിങ്ങൾ തന്ന മരുന്നാണെന്ന് കൊടുത്തത്, പെട്ടെന്ന് സുഖമായി, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒന്ന് നോക്ക് സാർ, ഇപ്പൊ നീ ചെയ്തത് ശിർക്കാണ്. അതാണ് ഇപ്പൊ ചെയ്തത് ശിർക്കാണ്. ആദ്യം പോയ ഡോക്ടർ അരികിലേക്ക് രണ്ടാമത് ഒന്നുകൂടി പോയാൽ ശിർക്കാകുന്നു. മുജാഹിദിന് ശിർക്കാകാൻ ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. ഒരു ഡോക്ടർ അരികിൽ 2ാം തവണ പോയാൽ കാഫിർ മുശ്രിക്കാകുന്നു. സഹോദരങ്ങളെ, എവിടെ എത്തി ഇവർ? ഇത് ഖുർആനാണോ? ഇത് സുന്നത്താണോ? ഇത് ദീനാണോ? നമ്മൾ പഠിക്കേണ്ടതല്ലേ? ഇനി വേറൊരു മൗലവി പറയുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ല. ശിർക്കാകാൻ അങ്ങനെ ഒന്നും പോകേണ്ടതില്ല. ഗർഭിണികളായ സഹോദരിമാർക്ക് ഒരു ഇഞ്ചക്ഷൻ ചെയ്താൽ തന്നെ ശിർക്ക് വരും, അത് കൊടിയ ശിർക്കാകുന്നു. മുജാഹിദിന്റെ MGM വെസ്റ്റ് ജില്ലാ സമ്മേളന പരിപാടിയിൽ പ്രസംഗിക്കുന്ന വലിയ പ്രഭാഷകൻ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ഈ സദസ്സിലോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട്. നമ്മൾ ശിർക്കിനെതിരല്ലേ? അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ശിർക്കല്ലേ? എങ്കിൽ എന്റെ വിചാരം, എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി, പോരാ. അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ശിർക്കാണ്, കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ളയിടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറെയും കാണാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ്. ഒരു വാക്സിനേഷനും കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കുന്നതോടുകൂടി അള്ളാഹ്ക്ക് വിവരമില്ലാതെ
ഇല്ലാത്തത് കൊണ്ട് വേറൊരുത്തന്റെ സാധനം കൊടുക്കുകയാണല്ലോ. ഗർഭിണിയായ സഹോദരിക്ക് ഒരു വാക്സിനേഷൻ കൊടുത്താല് അത് കൊടിയ ശിർക്കാണ്. അള്ളാഹുവിന് വിവരമില്ല എന്നതിന്റെ തെളിവാണത്. ഇതൊക്കെയാണ് മനുഷ്യൻ കേൾക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഈ ജാതി വിശ്വാസങ്ങളാണ് പ്രിയപ്പെട്ടവരെ മുജാഹിദ് പ്രസ്ഥാനം വെച്ചു പുലർത്തുന്നത്. ഇസ്ലാം ദീനിനെ കീഴ്മേൽ മറിച്ചിട്ടുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങളെ മുഴുവനും കത്രികക്കിരയാക്കുന്ന ദുരന്തപൂർണമായ ഒരവസ്ഥയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. ഇസ്ലാമിക പ്രസ്ഥാനത്ത് കേരളത്തിൽ തന്നെ പറയാം, വഹാബിസം കേരളത്തിൽ 1920-കൾക്ക് ശേഷം വന്നപ്പോ കൊടുങ്ങല്ലൂരിൽ ഇത് രംഗത്ത് വന്നു, പ്രവർത്തനം ആരംഭിച്ചപ്പോ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും മുജാഹിദ് പ്രസ്ഥാനവുമായി കേവലം 10-ൽ ചില്ലാനം വിഷയങ്ങൾ അതിൽ മാത്രമാണ് തർക്കമുണ്ടായിരുന്നത്. ആകെ സുന്നികളും മുജാഹിദുകളും തമ്മിൽ ഒരു 10 വിഷയം അല്ലെങ്കിൽ 9 വിഷയം, 10-ൽ ചില്ലാനം വിഷയം എന്ന് പറയാം നമ്മൾ. അത്തരം വിഷയങ്ങളിൽ മാത്രമാണ് തർക്കമുണ്ടായിരുന്നത്. ഇന്നിപ്പോ 10-90ഓളം വർഷമായി. അപ്പോഴേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിങ്ങൾ ഓർക്കണേ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും മുജാഹിദ് പ്രസ്ഥാനവുമായി 300-ലധികം വിഷയങ്ങൾ അവർ തർക്കവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. 300-ലധികം വിഷയങ്ങളുമായിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇപ്പൊ കടന്നു വന്നിട്ടുള്ളത്. സുന്നത്ത് ജമാഅത്ത് പാരമ്പര്യമായി സ്വീകരിച്ചു വരുന്ന ആശയങ്ങൾ ഓരോന്നിനെയും കത്രികക്ക് ഇരയാക്കിക്കൊണ്ടിരിക്കുന്നു. പലതിനെയും വെട്ടിമുറിച്ച് കുഴിച്ചു മൂടുന്ന ദുരന്തപൂർണമായ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. ഒരൊറ്റ സാമ്പിളിന് ഒരൊറ്റൊന്ന് ഞാൻ പറയാ. നിങ്ങൾക്കറിയില്ലേ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹബീബിന്റെ തിരുകേശത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ ഹബീബുമായി ബന്ധപ്പെട്ട എന്തൊരു ആസാറുകളിൽപ്പെട്ട വസ്തുവാവട്ടെ, അവിടുത്തെ ആ ഹബീബ് ഉപയോഗിച്ച ഏത് വസ്തുവാണെങ്കിലും സത്യവിശ്വാസികൾ സ്വഹാബികൾ ഉൾക്കൊള്ളുന്ന സമൂഹം നമുക്ക് വലിയ മാതൃക കാണിച്ചു തന്നതാണ്. അവരുമായി അതിനെ മുസ്ലിമീങ്ങൾ ബറക്കത്തൊടുക്കുന്നു. സഹോദരങ്ങളെ, അതിനെ ബഹുമാനപൂർവം നമ്മൾ ആദരിക്കുന്നു, ബറക്കത്തെടുക്കുന്നു. എന്നാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം എന്താന്ന് നിങ്ങൾക്കറിയോ? അങ്ങനെ ബറക്കത്തെടുക്കൽ അത് പാടില്ല, അത് ശിർക്കാണ്, അത് കുഫ്റാകുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയകാല ബർക്കത്ത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവോ അതിലാഹാൻ. അതുകൊണ്ട് എവിടെ നിന്ന് ബർക്കത്ത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവോ അതിലാഹാൻ. സുബ്ഹാനല്ലാഹ്. ബർക്കത്ത് എടുക്കാൻ പറ്റുന്ന എവിടെ നിന്ന് നമ്മൾ ആരെപ്പറ്റി വിശ്വസിക്കുന്നുവോ അതിനെ ഇലാഹാക്കലാണ്. ഇത് ജിന്നൂരി ഗ്രൂപ്പിന്റെ നേതാവ് CP സലീം എന്ന് പറയുന്ന മൗലവിയാണ്. ആരിൽ നിന്ന് നമ്മൾ ബറക്കത്തെടുത്താലും അതെന്താണ്? അത് ഇലാഹാക്കലാണ്. അപ്പൊ അത് ശിർക്കാകുന്നു. മഅദല്ലാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയില്ലേ, അവിടുന്ന് തലമുടി കളയുന്ന സന്ദർഭത്തിൽ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് തലമുടി കളയുന്ന ഘട്ടത്തിൽ സ്വഹാബത്ത് ചുറ്റുഭാഗത്തും തിക്കും തിരക്കുമായി കൂടുന്നു. എന്തിനു വേണ്ടിയാണ്? അവിടുത്തെ ശറഫാക്കപ്പെട്ട ആ തിരുകേശം എനിക്കു കിട്ടണം, എനിക്കു കിട്ടണമെന്ന് കരുതി അവരതാ അങ്ങേയറ്റത്തിൽ തെക്കും തിരക്കും കൂടുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് മനസ്സിലാക്കി. അവിടുന്ന് പറഞ്ഞു, ആ തിരുമുടിയെല്ലാം എടുത്തുകൊണ്ട് മഹാനായ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇഖ്സിംഹു ബൈനന്നാസ്. ഓ അബൂ ത്വൽഹ, എന്റെ ഈ തലമുടി നിങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യണേ. ജനങ്ങളുടെ തിക്കും തിരക്കും അതിനു മാത്ര. അപ്പൊ നിങ്ങളത് ഓരോരുത്തർക്കാണ് വിതരണം ചെയ്തോളി. എന്തിനാണത്? സർവ്വ ഇമാമിങ്ങളും പറഞ്ഞു അത് ബറക്കത്തെടുക്കാൻ വേണ്ടിയാണ്, സ്വഹാബികൾക്ക് ബറക്കത്തിന് സൂക്ഷിക്കാൻ വേണ്ടിയാണ്. എത്ര സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു എടുക്കുകയാണ്.
ആ സന്ദർഭത്തിൽ സ്വഹാബികളതാ അവിടെ തിക്കും തിരക്കും കൂട്ടുന്നു. കാദൂ യഖ്തതിലൂന അലാ വളൂഇഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉളൂവെടുക്കുമ്പോൾ ഉപയോഗിച്ച വെള്ളം, അവിടുത്തെ മുഖം കഴുകിയ വെള്ളം, കൈ കഴുകിയ വെള്ളം, കാല് കഴുകിയ വെള്ളം, അത് ബറക്കത്തിന് വേണ്ടി അത് ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് കരുതി സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടുന്നു എന്ന് മാത്രമല്ല, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, കാദൂ യഖ്തതിലൂൻ, ഒരു യുദ്ധത്തിന്റെ വക്കോളം എത്തുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ മുഖം കഴുകിയ, കാല് കഴുകിയ, കൈ കഴുകിയ വെള്ളം ബറക്കത്തിന് കിട്ടാൻ വേണ്ടി സ്വഹാബത്ത് തിക്കും തിരക്കും കൂടുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര 100 നമുക്ക് സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന്, മുസ്ലിമിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയും. മഹദിയായ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി തങ്ങളുടെ മുലകുടി ബന്ധത്തിലൂടെയുള്ള അമ്മായിയാണ്, അല്ലെങ്കിൽ മൂത്തമ്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അവരുടെ വീട്ടിൽ വല്ലപ്പോഴും വിശ്രമിക്കാൻ വരുന്നു. പകൽ സമയത്ത് വരുമ്പോ അമ്മായി അവർക്ക് അതാ ആ മൂത്തമ്മ അവർക്കൊരു പായ വിരിച്ചു കൊടുക്കുന്നു. സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങൾ അവിടെ കിടന്നുറങ്ങുകയാണ്. ആരോഗ്യമുള്ള ശരീരമായതുകൊണ്ട് അവിടുത്തെ തിരുശരീരത്തിൽ നിന്ന് വിയർപ്പിന്റെ കണങ്ങൾ ഇങ്ങനെ പൊടിയുമ്പോൾ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയുടെ മകനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫജാഅത്ത് ഉമ്മീ ബിഖാറൂറ, എന്റെ ഉമ്മ ഒരു കുപ്പിയുമായി കടന്നു വരികയാണ്. ഫജഅലത്ത് തസ്നിതുൽ അർഖ ഫിഹാ, ആ റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിൽ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വിയർപ്പിന്റെ കണങ്ങൾ ഉമ്മു സുലൈം ബീവി ഒരു കുപ്പിയിലേക്ക് ആക്കുന്നു. ആ കുപ്പിയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് അതാ ഞെട്ടിയുണരുന്നു. അവിടുന്ന് ചോദിച്ചു, മാതാ തസ്നഈന യാ ഉമ്മ സുലൈം, അല്ല ഉമ്മു സുലൈമേ, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? ഉമ്മു സുലൈം ബീവി കൂളായി മറുപടി പറയുന്നു, നബിയേ, ഹാദാ അർഖുക യാ റസൂലല്ലാഹ്, ഇത് അങ്ങയുടെ വിയർപ്പാണ് നബിയേ. 2 കാര്യത്തിനാ ഞാൻ സൂക്ഷിച്ചു വെക്കുന്നത്. ഒന്നെന്താണ്? ഹുവ മിൻ അത്യബി ത്വീബ്, ഇത് സുഗന്ധത്തെക്കാൾ വലിയ സുഗന്ധമാണ്. കാശ് കൊടുത്ത് ഞങ്ങൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന കസ്തൂരിയുണ്ട്, ആ കസ്തൂരിയെയും വെല്ലുന്ന സുഗന്ധമാണിത് നബിയേ. അതിനു വേണ്ടിയാണ് ഞാൻ ഇത് സൂക്ഷിച്ചു വെക്കുന്നത്. 2ാമത്തെ കാര്യം എന്താണെന്നോ, വനർജൂ ബറകതഹു ലിസ്ബിയാനിനാ യാ റസൂലല്ലാഹ്. 2ാമത്തെ കാര്യം, അങ്ങയുടെ വിയർപ്പ് ഞങ്ങളെ കുട്ടികൾക്ക് ബറക്കത്തിന് വേണ്ടി ഞാൻ സൂക്ഷിച്ചു വെക്കുകയാണ്. കുട്ടികൾക്ക് വല്ല അസുഖം ഉണ്ടാവുമ്പോ ആ കുപ്പിയിൽ നിന്ന് കോർക്ക് തുറക്കുന്നു, അതെടുത്ത് റസൂലുള്ളാഹി ആ കുട്ടിയുടെ മേലിൽ, കുട്ടിയുടെ ശരീരത്തിൽ അങ്ങ് പുരട്ടി കൊടുക്കുമ്പോ അസുഖം മാറുന്നു. അങ്ങയുടെ ബറക്കത്തിന് വേണ്ടിയാണ് നബിയേ. ഇത് കേൾക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താ? ഉമ്മു സുലൈം, അരുതരുതേ, ചെയ്യരുതേ. എന്റെ വിയർപ്പ് നീ ബറക്കത്തെടുക്കാൻ പാടില്ല. ബറക്കത്തെടുക്കൽ ശിർക്കാണ്, കുഫറാണ് എന്നാണോ ഈ വിവരമില്ലാത്ത മുജാഹിദ് മൗലവിമാർ ചെയ്തതുപോലെയാണോ? ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അസബ്തി യാ ഉമ്മ സുലൈം, ഓ ഉമ്മു സുലൈമേ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്റെ വിയർപ്പ് സുഗന്ധത്തെക്കാൾ വലിയ സുഗന്ധമാണ്. എന്റെ വിയർപ്പ് ബറക്കത്തെടുക്കാൻ പറ്റിയതാണ്. ഇതാണ് മുസ്ലിം ലോകത്തിന്റെ നിലപാട്. മുജാഹിദ് നിലപാട് എന്താ? അത് ഇലാഹാക്കലാണ്, ശിർക്കാണ്, കുഫറാണ്. സുന്നികൾ ഈ പ്രസംഗം വന്നപ്പോ, മുജാഹിദുകൾ ഇത് എഴുതിയപ്പോ, അവരുടെ മാസികയിൽ വന്നപ്പോ, വാരികയിൽ വന്നപ്പോ, ഇതിനെതിരിൽ ഞങ്ങൾ അഹ്ലുസുന്നയുടെ പ്രഭാഷകർ പ്രസംഗിച്ചു. വ്യാപകമായ തോതിൽ നമ്മുടെ ദഅ്വാ പ്രവർത്തനം അങ്ങ് നടത്തിയപ്പോ മുജാഹിദുകൾ അവർ ആശയം മാറ്റാൻ നിർബന്ധിതരായി. സുന്നികളായ നമ്മൾ പറഞ്ഞിടത്തേക്ക് അവരെത്തി. ശിർക്കാണ്, ഇലാഹാക്കലാണ് എന്ന് പറഞ്ഞ ആ മുജാഹിദുകൾ സഹോദരന്മാരെ, അവര് തന്നെ പറഞ്ഞു, അല്ല, റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ബറക്കത്തുണ്ട്. കേട്ടോളൂ, മുജാഹിദ് ബാലുശ്ശേരി പറയട്ടെ.
നിഷേധിച്ചിട്ടില്ല. ഇനി മുടി കിട്ടി എന്ന് പറയുന്ന സഹാബികളില്ലേ, മുജാഹിദ് പ്രസ്ഥാനം നിഷേധിച്ചോ? അത് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മുജാഹിദിന് നബിയുടെ മുടിയിൽ ഒന്നുമില്ല എന്ന വിശ്വാസമുണ്ടെങ്കിൽ സഹോദര തിരുത്തണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നബിയുടെ മുടിക്ക് മാത്രമുണ്ട്, സഹാബികൾ ആ മുടി കൊണ്ട് ബർക്കത്തെടുത്തിട്ടുണ്ട്, മുജാഹിദുകൾ അതിനെ നിഷേധിച്ചിട്ടില്ല. അതാണ് പച്ചക്കളവ്. ഈ തൗബയിലും ചതി എന്ന് പറഞ്ഞത് അതാണ്. നേരത്തെ പറഞ്ഞതിന് എതിരിൽ തൗബ ചെയ്ത് പറയാണ്, അതിലൊരു ചതി മുജാഹിദ് നിഷേധിച്ചിട്ടില്ല.